Hello guys. ഇന്ന് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ പ്രോബ്ലംസിൻ്റെ ഇട്ടു. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഡെൽറ്റ ഓഫ് എൻ കണ്ടായിരുന്നു. ആൻഡ് എ റേസ് ടു എൻ യു ഓഫ് എൻ, എ റേസ് ടു മൈനസ് എൻ യു ഓഫ് മൈനസ് എൻ മൈനസ് വൺ, ബി റേസ് ടു മോഡ് എൻ, ഇതിൻ്റെയൊക്കെ ഇസഡ് ട്രാൻസ്ഫോം കണ്ടായിരുന്നു. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു യു ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്താണ് എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. നമുക്കറിയാം ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? Z by Z minus A for mod Z greater than mod A. ഓക്കെ, ഇതായിരുന്നു. ഇത് ROC എന്ന് പറയുന്നത് ഇതായിരുന്നു. ആൻഡ് Z by Z minus A ആയിരുന്നു. സോ വെൻ A is equal to 1 എന്തോ പറ്റും? is a transform of u of n ആകും. ഓക്കെ, എന്താകും? z by z മൈനസ് എക്ക് പകരം 1 ആൻഡ് ദ ROC is mod z greater than 1. ഓക്കെ, സോ എന്താണ് z പ്ലെയിനിൽ ഇത് റിയൽ ഓഫ് z, ഇത് imaginary of z, and this is a unit circle of radius 1 and ROC will be outside this circle. Okay, so z transform of u of n എന്ന് പറയുന്നത് z by z minus 1 അല്ലെങ്കിൽ 1 by 1 minus z inverse. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. z ഇൻവേഴ്സിൻ്റെ ടേമിൽ എഴുതുന്നതാണ് സ്റ്റാൻഡേർഡ് ഫോം. സോ 1 by 1 minus z ഇൻവേഴ്സ് അല്ലെങ്കിൽ z by z minus 1. ഓക്കെ, സോ ഇതാണ് u of n-ൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, സോറി z ട്രാൻസ്ഫോം. നെക്സ്റ്റ് വൺ, x of n is equal to cos omega 0 n u of n. ഓക്കെ, ഞാൻ കോസിൻ്റെ മാത്രം കാണിക്കാം, നിങ്ങൾ തന്നെ സൈനിൻ്റേത് കണ്ടുപിടിച്ചോണം. ഓക്കെ, സോ നമുക്കറിയാം കോസ് ഒമേഗ 0 n is equal to e raised to j omega 0 n plus e raised to minus j omega 0 n divided by 2. ഇതാണ് ഇക്വേഷൻ. സോ എക്സ് ഓഫ് z ഈസ് ഈക്വൽ ടു യു ഓഫ് n വന്നതുകൊണ്ട് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റിയേ ഉള്ളൂ. e റേസ് ടു j omega 0 n പ്ലസ് e റേസ് ടു മൈനസ് j omega 0 n ഇൻറ്റു z റേസ് ടു മൈനസ് n. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം ബിക്കോസ് അഡീഷനാണ്, അതുകൊണ്ട് e റേസ് ടു j omega 0 n ഇൻറ്റു z റേസ് ടു മൈനസ് n പ്ലസ് സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് j omega 0 n z റേസ് ടു മൈനസ് n, which is equal to summation n is equal to 0 to infinity e raised to j omega 0 z raised to minus 1 raised to n plus n is equal to 0 to infinity e raised to minus j omega 0 z raised to minus 1 raised to n. ഓക്കെ, ഞാനിവിടെ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി, 1/2 ഇട്ടില്ല. സോ ഇവിടെ ഞാൻ 1/2 വെളിയിൽ ഇടുവാണ്. 1/2, സോറി. ഓക്കെ, 1/2 വെളിയിലിട്ടു ഞാൻ. ഓക്കെ, ദിസ് ഈസ് കോമൺ ഫോർ ബോത്ത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇൻഫിനിറ്റ് ജി പിയുടെ സമ്മേഷൻ എന്ന് പറയുന്നത് 1 by 1 minus e raised to j omega 0 z raised to minus 1 plus 1 by
1 minus e raised to minus j omega 0 z raised to minus 1. Okay, so GP യുടെ ഇട്ടു കണ്ടീഷൻ എന്നുള്ളത് ഉണ്ട്. Cross multiplying we get 1/2 into 1 minus e raised to minus j omega 0 z raised to minus 1 plus 1 minus e raised to j omega 0 z raised to minus 1 divided by 1 minus e raised to j omega 0 z raised to minus 1 into 1 minus e raised to minus j omega 0 z raised to minus 1. Okay, which is equal to 1/2 2 minus z inverse common ആയതുകൊണ്ട് z inverse into e raised to j omega 0 plus e raised to minus j omega 0 divided by 1 minus ഞാനിത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. j omega 0 z inverse minus e raised to minus j omega 0 z inverse minus e raised to j omega 0 z inverse into e raised to minus j omega 0 z inverse, which is equal to 1/2 2 minus z inverse into ഞാൻ ഇവിടെ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യുവാണ് 2നെ 2 ഇൻറ്റു e raised to j omega 0 plus e raised to minus j omega 0/2. ഓക്കെ, ഇത് എടുക്കാൻ വേണ്ടിയാണ്. കോസ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഡിവൈഡഡ് ബൈ e raised to j omega 0 into e raised to minus j omega 0 is equal to e raised to 0 which is equal to 1. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ j omega 0 പ്ലസ് മൈനസ് j omega 0 എന്ന് പറയുമ്പോൾ 0 ആകും, 1 ആകും. So which is equal to 1 minus z inverse into e raised to j omega 0 plus e raised to minus j omega 0 minus z raised to minus 2 which is equal to 1/2. ഇവിടെ രണ്ടിടത്തും 2 ഉണ്ട്. സോ 2 വെളിയിലെടുക്കുമ്പം into 2 1 minus z inverse cos omega 0 divided by 1 minus ഇവിടെ ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുവാണ്. സോ 2z inverse cos omega 0 ഓക്കെ minus z raised to minus 2. Okay, 2 2 cancel ആവും, which is equal to 1 minus z inverse cos omega 0 by 1 minus 2z inverse cos omega 0 minus z raised to minus 2. So ഇതാണ് സ്റ്റാൻഡേർഡ് z ട്രാൻസ്ഫോം ഓഫ് cos omega 0 in u of n. ഓക്കെ, ഇതിനെ z-ൻ്റെ ടേംസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. That is z square minus z cos omega 0 divided by z square minus 2z cos omega 0 minus 1. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് വേണമെങ്കിലും നമുക്ക് ആക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് ROC കണ്ടുപിടിക്കാം. അതായത് ഇതിൻ്റെ ROC എന്ന് പറയുന്നത് മോഡ് e raised to j omega 0 z raised to minus 1 less than 1. ഇതിൻ്റെ ROC എന്ന് പറയുന്നത് മോഡ് e raised to minus j omega 0 z raised to minus 1 less than 1. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് ഇത്രയും നേരം പ്രോബ്ലം ചെയ്തപ്പോഴെല്ലാം പറഞ്ഞായിരുന്നു. ROC ഓക്കെ, ഫസ്റ്റ് വൺ മോഡ് e raised to j omega 0 z raised to minus 1 less than 1. ഓക്കെ, മോഡ് വരുമ്പം e raised to j omega 0 is a കോംപ്ലക്സ് ടേം. അപ്പം മോഡിന് z ഇൻവേഴ്സ് മാത്രം മതി, ഈ e raised to മാഗ്നിറ്റ്യൂഡിന് e raised to j omega 0 വരത്തില്ല. ഹെൻസ് ഇതിനെ നമുക്ക് എഴുതാം z ഇൻവേഴ്സ് ലെസ് ദാൻ 1
or z mod z greater than 1. ഓക്കെ, രണ്ടാമത്തേതും ഇതുപോലെ തന്നെ e raised to minus j omega 0 z raised to minus 1 less than 1 എന്നായിരുന്നു. അവിടെയും മോഡുലസ് എടുക്കുമ്പോൾ കോംപ്ലക്സ് ടേം ആയിട്ടുള്ള e raised to j omega 0 വരത്തില്ല. ഹെൻസ് മോഡ് z ഇൻവേഴ്സ് ലെസ് ദാൻ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പം ഇമാജിനറി പാർട്ട് വരത്തില്ല. ഹെൻസ് മോഡ് z ഗ്രേറ്റർ ദാൻ 1. സോ ROC ഈസ് രണ്ടിടത്തും സെയിം തന്നെയാണ് വന്നത്, മോഡ് z ഗ്രേറ്റർ ദാൻ 1. യൂണിറ്റ് സർക്കിൾ and ROC is the region outside the unit circle. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് സൈനിൻ്റെയും കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഞാൻ ആ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നില്ല. ഇനി കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് നമുക്ക് ROCയുടെ കുറച്ച് ബേസിക്സും കൂടെ അതിനകത്തേക്ക് വരാൻ വേണ്ടി കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് കാണാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് കാണാം.